ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവടക്കം 4 പേർക്കും പങ്കുണ്ടെന്ന് എഫ്ഐആർ പറയുകയാണ്. കൊലയ്ക്ക് കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ്. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാറിലാണ് മൃതദേഹം കൊണ്ടുപോയതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. എ വി ജയശങ്കർ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആഷ്മി, സ്മിത. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുതിയ കഥകൾ പുറത്തു വരികയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പോലീസ് എഫ്ഐആർ ഇടുന്നത്. ഈ എഫ്ഐആറിൽ ഈ കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് ഒന്നാം പ്രതി. രണ്ട് മൂന്ന് പ്രതികളായി ജിനു, സോമൻ, പ്രമോദ് എന്നിങ്ങനെ ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളെയാണ് 2, 3, 4 പ്രതികളായി പോലീസ് ചേർത്തിരിക്കുന്നത്. ഈ കലയ്ക്ക് മറ്റൊരാളുമായുള്ള ബന്ധം എന്ന സംശയമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഈ പെരുമ്പുഴ പാലത്തിൽ എത്തിച്ചാണ് ഇത്തരത്തിലൊരു കൊല നടത്തിയത്. അതിനുശേഷം ഇവരുടെ മൃതദേഹം തെളിവുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ പ്രതികൾ ബോധപൂർവം നശിപ്പിച്ചുവെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നുണ്ട്. 2009 ഈ കൃത്യം നടന്നത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് IPC 302, 201 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പഴയ കാലത്ത് നടന്ന കുറ്റകൃത്യമായതുകൊണ്ടാണ് ഇത്തരത്തിൽ IPC എന്ന് ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തു എന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ഈ കേസിൽ നിലവിൽ 3 പേരാണ്. ഈ 4 പേർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. ഈ ഭർത്താവ് നിലവിൽ വിദേശത്താണ്. ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് കുറച്ചധികം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ച് ഇയാളെ അനിൽകുമാറിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. ഒപ്പം ഈ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് ഇന്ന് തന്നെ പോലീസ് രേഖപ്പെടുത്തും. ഇതിനുശേഷം ഇവരെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും അതിനിടയിൽ തന്നെ ഈ പ്രതികളെ ഈ സംഭവ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന കാര്യവും പോലീസിന്റെ പരിഗണനയിലുണ്ട്. ഈ കൊലപ്പെടുത്തിയ പാലം, ഒപ്പം തന്നെ ഈ മൃതശരീരം കൊണ്ടുപോയിട്ട ഈ അനിലിന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. എന്തായാലും കേരളത്തെ മൊത്തം ഞെട്ടിക്കുന്ന ഒരു തിരോധാന വാർത്ത കൊലപാതകമാണെന്ന് ഇന്നലെ രാത്രിയോടെ തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നു. പോലീസിന്റെ ഏറെ നാളായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ നിഗമനത്തിലെത്തുന്നു. ഒരു പുതിയ കൊലപാതക കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ കലയെ കാണാതായ സമയത്ത് എന്തുകൊണ്ട് ഈ കലയുടെ ബന്ധുക്കൾ ഈ വിഷയത്തിൽ പരാതി നൽകിയില്ല എന്ന വിഷയം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പോലീസ് അന്ന് തിരോധാനവുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസ് കേസെടുത്തിരുന്നില്ല. അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുത്തുന്നില്ല. ഈ വിഷയവും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീം പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു എന്ന വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ബന്ധുക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ, കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമവും അത്തരത്തിൽ പോലീസ് നടത്തുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇക്കാര്യത്തിൽ ആ ഒരു വിവരം നൽകിയിട്ട്, പക്ഷേ ആ വിവരം നൽകിയ ആളുടെ വിവരങ്ങളോ കൂടുതൽ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാൻ പറ്റില്ല. കാരണം അത് അവരുടെ സുരക്ഷയെ അതോടൊപ്പം തന്നെ അന്വേഷണത്തെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത. അത് ഇന്നലെ ചോദിച്ചപ്പോൾ ഇന്നലെ SP പറഞ്ഞത് അതങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ അതിന്റെ ചുവട് പിടിച്ചായിരുന്നു ഈ അന്വേഷണം ഏതായാലും വളരെ ഗംഭീരമായി തന്നെ നടന്നു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടോ? ഈ 4 പേർ മാത്രമാണോ പ്രതികൾ? കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ 4 പേർ മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. ഈ 4 പേരെ മാത്രമാണ് പോലീസ് പ്രതികളാക്കിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേർ ഉൾപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. പോലീസിന് അടുത്ത ബന്ധുക്കൾ അടക്കം കൃത്യമായി ചില ആളുകളെ സംശയമുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. കഴിഞ്ഞ 2-3 മാസത്തിനിടെ പോലീസ് 15ഓളം പേരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് പോലീസ് ഇത്രയും ആളുകളിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇതിലൊരു അന്വേഷണം നടക്കുന്നത്. നമ്മൾ ഈ ഊമക്കത്തിലേക്ക് വന്നാൽ പോലീസിന് കൃത്യമായി ഈ ഊമക്കത്ത് എഴുതിയതാരാണ്, കാര്യം എന്താണെന്നുള്ള പോലീസിന് അറിയാം. ഈ ഊമക്കത്തിനപ്പുറത്തേക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് പുറത്ത് പറയാൻ സാധിക്കാത്ത മറ്റ് ചില കഥകൾ കൂടിയുണ്ട്. ഈ ഊമക്കത്തിനപ്പുറം പോലീസിന് നേരിട്ടെത്തി വിവരം നൽകിയ ചില ആളുകൾ ആലപ്പുഴയിലുണ്ട്. അമ്പലപ്പുഴ സ്വദേശിയാണ് എന്നൊക്കെ അറിയുന്ന ചില വിവരങ്ങളുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പുറത്തുവിടാനാകില്ല. അവരുടെ ഒരു സ്വകാര്യത കൂടി നിലവിൽ പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ സംഭവത്തെക്കുറിച്ച് 2009 മുതൽ 2009 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന കൃത്യമായ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ
സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ കലയുടെ മോതിരം, അസ്ഥിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴുമുള്ള ഒരു വെല്ലുവിളി, ഇനി ശാസ്ത്രീയ പരിശോധന നടക്കണം. ഈ സെപ്റ്റിക് ടാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ 15 വർഷം 10 വർഷമൊക്കെ ആകുമ്പോൾ ഈ അസ്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദ്രവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം എത്രമാത്രം നിൽക്കുമെന്നത് ഇനിയുള്ള സയന്റിഫിക് പരിശോധനയിലായിരിക്കും അറിയാൻ സാധിക്കും. എന്തായാലും ഇതിനൊപ്പം തന്നെ ഈ അനിൽ 2 വട്ടത്തോളം ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കിയെന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം തെളിവുകൾ ഉണ്ടാകും അത് ശാസ്ത്രീയ പരിശോധനയിലാണ് അറിയേണ്ടത്. വലിയ വെല്ലുവിളി നിറഞ്ഞതാണ് ഈ ഒരു അന്വേഷണം. മുന്നോട്ട് പോകുമ്പോഴും അത് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ എന്തായാലും ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ മറ്റു തെളിവുകൾ ലഭിക്കും. കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. പ്രതികൾ അറസ്റ്റിലാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. താങ്ക് യു ജയശങ്കർ. ഇവിടെ ആശ പറയുകയാണ്, ഇതുപോലെ എത്ര കൊലപാതകം നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. ആരെയും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റാതായി. സ്വന്തം ഭർത്താവ് ഭാര്യയെ കാണാനില്ലെന്ന് പരാതി കൊടുക്കുക, ഒന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളുക, ദൈവമുണ്ട് എന്ന് പറയും. അതുപോലെ മറ്റൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഇവർ ഇത്രയും നാളായിട്ട് ഈ കുട്ടിയുടെ കലയുടെ ബന്ധുക്കൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അത് ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇവർ തമ്മിലുള്ള വിവാഹം ബന്ധുക്കൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അകൽച്ചയിലായിരുന്നു. കാണാതെയാകുമ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു. നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.